to Giggly Cow. Hello guys, welcome back to our YouTube channel. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് വീണ്ടും Guess who knows me better? Who knows me better? Okay? Yes. അപ്പം ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഇന്ന് വീണ്ടും തുടങ്ങാൻ പോകുന്നത് ഞാൻ സ്വാഭാവികം. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ചെറുതിന് സ്റ്റാർട്ട്. വാട്ട് ഈസ് മൈ ഇൻസ്റ്റാ ഐ ഡി? അപ്പൊ അനുവിന് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട്സ് റുവാസ് ഇൻസ്റ്റാ ഐ ഡി? അക്കൗണ്ട് ഓളെ ഫോണിലാണ് കിടക്കണം. എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യണ ആക്ച്വലി സ്ലോ ആണ്. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൈ ഫാദർ നെയിം ഇൻ മൈ ആധാർ. നോ, യൂഷ്വലി ഓൾക്കൊരു പുള്ളി ഉണ്ട്. കാരണം ഇവിടെ എല്ലാരും ആധാറിലും ഡിഫറെന്റ് നെയിമാണ് ഞങ്ങൾ കാണുന്നത്. അയ്യോ, ഇത് ഗവൺമെന്റ് കാണരുത്. ഓക്കെ, റുവ ഒരു ബോയ് ആയിരുന്നെങ്കിൽ ഒരു ബോയ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഞാൻ ഇടാൻ? ഫുൾ അങ്ങനെ പറഞ്ഞ കേൾക്കുമല്ലോ കേട്ടോ. എനിക്കറിയായിരിക്കും. പിന്നെ മൈ ഫേവറേറ്റ് മൂവി സോണർ. രണ്ടെണ്ണല്ലേ ഇതിലൊക്കെ പറഞ്ഞു. അത് ത്രില്ലർ കറക്റ്റ് ആണ്. പിന്നെ ഇങ്ങനെ കാണില്ല, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഞാനുമായിട്ട് ഒരു സീൻ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ്. പിന്നെ ഇവിടെ കാണിക്കും, ഞാൻ ചെറുതായിരുന്നു അപ്പൊ ആരാകും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് എല്ലാത്തിനും പരിപ്പൂരും. എന്നിട്ട് ഓളതായിട്ടുള്ള ക്രിയേഷൻ ചെയ്യും. വല്ല ഒരു ചട്ടപ്പെട്ടി ഇട്ടിയാലും ബൾബിന്റെ ബോക്സ്. It's not like an engineer or creative. അനുവിനല്ലേ ആരും പറഞ്ഞ? ഞാനെന്നെ എഞ്ചിനീയർ. ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ കൂടെ എനിക്കൊരു ഒരു പേര് ഇവിടുന്ന് ഇട്ടിരുന്നു. എല്ലാരും കൂടെ ഇവിടുന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വേഗം പറയുന്നുണ്ട്. എനിക്കൊരു ഒരു പേര് ഇട്ടിരുന്നു. ഇവിടുത്തെ ആ പേര് വിളിച്ചിരുന്നു. ആ സ്ക്രിപ്റ്റത്തെ ക്യാരക്ടറിന്റെ പേര് വിളിച്ചിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതാ. അങ്ങനത്തെ അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാരും ഞാൻ പറഞ്ഞോണ്ടാണ് കളിയാക്കുന്നത്. അതൊരു ക്യാരക്ടർ. ഫസ്റ്റ് ലാസ്റ്റ് ഒരു ഏട്ടത്തിനാ ലാസ്റ്റ്. ബിഗ് ബോസിലുണ്ടായിരുന്ന ആ ഒരു പെണ്ണ്, ആ പേര് വരുന്നൊരു പെണ്ണ്. ഏത് ഇതില് ലാസ്റ്റ് അഖിൽമാരാറിന്റെ ശോഭ ശോഭേട്ടത്തി വിളിച്ചിരുന്നെ. ഈ സായും ഷായും തമ്മിലുള്ള വ്യത്യാസം ശോഭക്ക് എഡ്യൂക്കേഷൻ എഞ്ചിനീയറാണ്.
അപ്പൊ ആർക്ക് കിട്ടിയത്? ഇതാനും മീനും കൊണ്ടുപോകുന്നത്. ചെറിയത് തന്നെ ഒരു കാക്കുണ്ട്. ദൃശ്യമാണ് പറയാ. എന്താ വെച്ചാല് ഞങ്ങൾ ചെറുതായ നിന്ന് ഞങ്ങൾ മൂന്നാളും കളിക്കണം മുറ്റത്ത്. അപ്പൊ നമ്മൾ ഈ ദാർപ്പായന്റെ ഒരു ദാർപ്പായന്റെ ഹോൾ ഉണ്ടല്ലോ, നമ്മള് ഹോള് കൊടുക്കണേ. അപ്പൊ അതിനൊരു റൗണ്ട് സാധനം നമുക്ക് ബ്ലൂ കളർ സാധനം വീഴുമല്ലോ. അപ്പൊ ആ സാധനം ഞാൻ കഴിച്ചു. ഞാൻ വെപ്പ് കൊടുത്തു. നോക്കിയാണ് പക്ഷെ അതെല്ലാം നമ്മൾ കഴിച്ചു. നമ്മൾ ഇതാ കഴിച്ചത്. അപ്പൊ ഇയാള് വന്നപ്പോ നമ്മൾ ഇത് കഴിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതോ കഴിച്ചപ്പോ ഒരുമാതിരി ഒരു ചൊവ പോലെ നാവിനൊക്കെ ഒരുമാതിരി വന്നപ്പോ പോന്നപ്പോ ഞങ്ങള് വീട്ടില് പറഞ്ഞപ്പോ ഈ കാക്ക വന്ന് നിന്നിട്ട് അന്ന് മുതൽ ഇയാൾ ഞങ്ങളെ കണ്ടാല് ഇപ്പൊ ഞങ്ങളെ കണ്ടാൽ ദുരിശാലല്ലേ പോകുന്നത്. തുരിശിന്റെ ടേസ്റ്റ് ആൾക്കാരാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല. ഞാനല്ലേ കൊടുത്തു. എനിക്കറിയില്ല, കുടിച്ചിട്ടില്ല. ഇനി ഓള് ഞാൻ കാണാതെ നിന്നല്ലോ എനിക്ക് അറിയില്ല കേട്ടോ. അല്ല അപ്പൊ ആർക്ക് കിട്ടും? പിന്നേക്ക് ഇത് കുറച്ച് സെൻസിറ്റീവ് ആണ്. നമ്മൾ ഒരു ഫാമിലി ട്രിപ്പ് പോയിരുന്നു. നമ്മള് വന്നത് ഞാന് അനു മീനു ഉമ്മച്ചി ഇപ്പച്ചി. ഞങ്ങളില്ല, സീനുമില്ല തോന്നുന്നു. അപ്പൊ ആ ഫാമിലി ട്രിപ്പ് പോയ സമയത്ത് എന്താണ് നമ്മൾ തലേണ ഞങ്ങളൊന്ന് തലേണായി വെച്ചൊരു സാധനം. അതെന്താണ്? ഞാൻ ഗസ് ചെയ്യണത് ബാഗാണ്. ഗസ്സില്ല. അപ്പൊ മോള് തന്നെ കറക്റ്റാണ്. ഒരു പോയിന്റ് ചരിത്രത്തിൽ ആദ്യം ആ ഓണറിന്റെ അതിൽ തന്നെയാണ് പോയത്. അതെ, അപ്പൊ അവിടെ അവിടുത്തെ സീനറി അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടിട്ട് പോയതാ. അപ്പൊ അവിടെ ഞാന് പള്ളിയുടെ കമ്പിട്ട ക്ലിനിക്കിന്റെ പേര് ഞാൻ സ്കിപ്പിട്ടാ പോരെ. 1 2 3 നിന്റെ പേര് അറിയിക്കാനല്ല, ഓൾ അതിന്റെ പേര് കിട്ടിയാ പറഞ്ഞാൽ മതി പേര്. ഇതും ചില്ലറ ലാസ്റ്റ്. അയ്യേ മീൻസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ്. ചെറുപ്പത്തിൽ രക്ഷപ്പെടുത്തിയതാണ്. ഇവളാണ് ഞങ്ങളെ ചെറുതായപ്പോ രക്ഷപ്പെടുത്തുന്നത്. എന്തിന് ലോങ് സ്റ്റോറി. ആഗ്രഹമുള്ളവരെ കമന്റ് ചെയ്യാൻ എന്താണ് സ്റ്റോറി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞുതരാം. ഞാൻ കമന്റ് ചെയ്യും. ഞാനറിയാം എന്ന് പറയും. ചിക്കോട്രി ഇവന്റ് ചിക്കൂല്ലേ, ചിക്കമ്മ മുൻപിലുള്ള ഇവന്റ്. മൈ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് ഇയർ അങ്ങനെ 4/3/2004. സിനു ഞാനല്ലേ പറയാം. 3/4/2004. ഞാൻ സിനുവിന്റെ പേര് അവൾക്ക് വിളിച്ചോട് മാർക്കറ്റ് അത് അക്ഷയ വർക്ക് ചെയ്യണോ? മൈ ഫേവറേറ്റ് ഡ്രിങ്ക്
ജ്യൂസ് ഐറ്റം അത് നമ്മളെ ഇന്ത്യയിലെ മോളിന്റെ അനിയന്റെ സിനിമയുടെ കള്ള ഫേവറേറ്റ് ആണ്. സ്ട്രോബെറി അങ്ങനെയല്ല, നമ്മള് നോമ്പുകാലത്താണ് കുടിക്കുന്നത്. മുന്നിൽ നമ്മളോട് പൊടി ഇട്ടിട്ട് മറ്റേ സർബത്ത് ഞാൻ പറഞ്ഞ മെയിൻ എല്ലാവർക്കും അറിയാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. നമ്മള് റീവൈൻഡ് ചെയ്തിട്ട് ഞാൻ ഇത് കഴിയുമ്പോ ഇത് അങ്ങനത്തെ ഞാന് ആദ്യമായിട്ട് കഴിച്ച ഒപ്പനയില് എന്തൊക്കെയാണ് ക്യാരറ്റ് ആകെ 2 ക്യാരറ്റ് ഒന്ന് അല്ല പാട്ടാടുന്ന മോഹൻ സ്കൂളിന്ന് ഞാൻ എന്തിനാണ് പേര് ഉച്ചക്കഞ്ഞിനോ ഉച്ചക്കഞ്ഞി പൊടി. ഓക്കെ, എന്നിട്ട് നമ്മള് 3 മണിക്ക് 5 കരയും. അത് മാത്രം ജീവിക്കുന്നുണ്ട്. ഓക്കെ, ഞാന് ലാബ് ടെക്നീഷ്യൻ ആകാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മലബാർ മലബാർ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അറിയുന്നത് കൈ നോക്കിയത്, പക്ഷെ പേര് പറഞ്ഞില്ല. അയ്യോ അനക്കട്ടെ. എന്റെ 1ാം ക്ലാസ്സിലെ മിസ് ഇപ്പോ 1ാം ക്ലാസ്സില് എന്റെ പേര് ഇഷ്ടല്ലേ ഇത് ബിന്ദു അല്ല മറ്റേ സിന്ധു. അത് നമ്മളെ ഒരു ഫാമിലി ആയിട്ട് വന്നു. ഞാൻ ഈ ഡ്രീം ഒരു സ്വപ്നം കണ്ടാണ്ട് കാര്യം ഉമ്മച്ചി എന്നോട് ചോദിച്ചു എന്താണ് അന്ന് ഞാൻ രാവിലെ ഇമെയിൽ ചെയ്തപ്പോ എല്ലാവരും കൂടി എന്നെ കളിയാക്കി. എന്റെ ഡ്രീം അതാണ് ക്വസ്റ്റ്യനൊക്കെ. ഓള് ഒരുപാട് ബക്കറ്റ് ഒരു ചാൻസ് കൊണ്ടുപോകും. അതാണ് മെയിൻ പോയിന്റ്. ബൂസ്റ്റ് ഹോർലിക്സ് മാറരുത്, അതാണ് മെയിൻ പോയിന്റ്. ഞാൻ ബൂസ്റ്റ് ബക്കറ്റ് ചിന്തിയ ഇടണ്ട്, അതാണ് ഞാൻ എഴുതിയത്. ഇന്റെ സ്വപ്നല്ല ബൂസ്റ്റ് പറഞ്ഞത്, ഓടെ സ്വപ്നാണ്. ഞാൻ ബൂസ്റ്റ് എന്നല്ല പറഞ്ഞേ. റുവാനെ പ്രസവിച്ച ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മലപ്പുറം. നമ്മള് ഫസ്റ്റ് ടൈമില് മന്തി മന്തി കഴിച്ചിരുന്ന ഷോപ്പിന്റെ പേര് കഴിച്ചതിന്റെ ഓണർ തുടങ്ങിയ ആള് പറഞ്ഞില്ല കേട്ടോ. പിന്നെ മൈ ഫേവറേറ്റ് ഫുഡ് 2 ഉണ്ട്. എന്തും പറയുന്നത് പറഞ്ഞാലും മന്തി. മന്തി നെക്സ്റ്റ് ബിരിയാണി റൈസ് അല്ല ഒരു പോയിന്റ്. അതിനെന്താ കിട്ടി? കിട്ടിയോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിന്റെ മാരേജ് ഔട്ട്ഫിറ്റിന്റെ കളർ മെറൂൺ. റാണി പിങ്കോ. എനിക്ക് കാക്കു ഒരു ഗിഫ്റ്റ് ഒരു പാവക്കുട്ടി കൊണ്ടുവന്നിരുന്നു. അപ്പൊ നിനക്കൊക്കെ ഓരോ ഡോഗ് അനക്കൊണ്ടല്ലോ. എനിക്ക് കുറെ സാധനം പേരെന്താണ് പേരോ ഞാൻ പറഞ്ഞുതരാം. ഒരു സാധനം ഒരിങ്ങനെ മൂന്നിങ്ങനെയൊക്കെയുള്ള അതിന്റെ പേര് മുത്ത് മുത്ത് അതിന് ചന്ദിങ്ങനെ അതെന്ത് സാധനമാണ്? എന്റെ പേര് പറഞ്ഞോ. ടെർബോ. എന്താണ് ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട തൊപ്പിക്കുള്ള ഞാനും പറഞ്ഞിട്ട് സാന്റാക്ലോസിന്റെ ആ ടൈമിൽ വരുന്ന സംഭവം അത് ഞാനാട്ടോ വന്ന് എനിക്ക് വേണം താഴെ ചെറിയ മനസ്സിലായി സമ്മാനം ഉണ്ടാക്കാൻ ചിത്രോടെ കാണിച്ചു. ഇപ്പൊ മോളിക്ക് വീണ്ടും രണ്ടാമതൊരു പോയിന്റ് കിട്ടിയിരിക്കുന്നു, മൂന്നാമതൊരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. നെക്സ്റ്റ്, ഞാൻ 10th പഠിച്ച സമയത്ത് എന്റെ ക്ലാസ് മിസ്സിന്റെ പേര് എവിടെയാണ് ഞാൻ LKG UKG പഠിച്ച പ്ലേസ്? ഒരു അവസരം കൊടുത്തു. പേരല്ല അല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നു. ഏത് ട്രിപ്പാണ് എന്റെ കൊറോണ കാലം ഏത് ടീമിന്റെ ഒപ്പം പോയത്? എനിക്ക് മാത്രം NSSന്റെ ഒരു ക്യാമ്പയിൻ മുടങ്ങിയത് അറിയണത് ഡ്രസ് എടുക്കാൻ പോയിരുന്നു. പക്ഷെ ആ ഡ്രസ് എടുത്തു. പക്ഷെ ആ ഡ്രസ് ഇപ്പോഴും NSS ആണ് ഓർമ്മയത്. എനിവേ ഇതിന്റെ സത്യമായ ക്വസ്റ്റ്യൻസ് ഫുള്ള് ചരിത്ര കഥയില് ഇതൊക്കെ നിങ്ങളൊരു വീഡിയോ ഒക്കെ എടുക്കുക. ഇതിന്റെ കൂടെ കഥ കമന്റ് ചെയ്താൽ ഞങ്ങള് ഇതിന്ന് പറഞ്ഞു ഇതൊരു ചരിത്ര വുമണാണ്. ചരിത്രം അതാണ്. എന്റെ എംഎസ് എനിക്കിട്ട പേര് ഇത് എഴുതിപ്പോ ഇട്ട പേരാണെന്നാണ് കുഞ്ഞിനി മാഷി. അതാണ് എന്നെ വിളിച്ചത്. കുഞ്ഞിനി മാഷി ബുക്ക് കൊണ്ടിറങ്ങിയത്. ഓക്കെ, പിന്നെ 7th സ്റ്റാൻഡേർഡ് പഠിച്ചിരുന്ന സമയത്ത് ഏത് ബോക്സറിന്റെ പേര് വിളിച്ചിട്ടാണ് എന്നെ പറഞ്ഞിട്ടില്ല. ഓളാണ് എല്ലാത്തിനും. എന്താണ് ക്യാൻസൽ ആയ അങ്ങനെ മാർക്കിട്ട് കൊടുക്കുക? ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിട്ടുണ്ട്. പിന്നെ ആരെയായിരുന്നു നമുക്ക് ഏറ്റവും പേടി? അന്നിട്ടോ കാക്കൂനെ അല്ല പേടി. ഞങ്ങൾക്ക് ആൾക്കാരെ പേടി. എനിക്കാരെ പേടി തന്നെ. പേടിയായിരുന്നു. പക്ഷെ എനിക്ക് ലാലനെയാണ് എനിക്ക് ഭയങ്കര പേടി. നല്ല നല്ല കിട്ടും. പറഞ്ഞാല് അങ്ങനെ പേടി നോക്ക്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വാടി അങ്ങോട്ട് വാടി നല്ലപ്പോൾ പറയണേ കിട്ടും.
പറഞ്ഞാൽ ആ ഷെയ്മോനോട് ചോദിച്ചാൽ മതി, അതായത് ഓളെ മോനോട് ചോദിച്ചാൽ മതി എങ്ങനെയല്ല അതിന് അടി എന്ന് ചോദിച്ചാൽ മതി. ഞങ്ങൾ പറഞ്ഞ മാതിരി ഓർക്കില്ല ലാല അത് ആർക്കും വിജയാണല്ലോ പറഞ്ഞു. എനിവേ ഇത് ക്യാൻസൽ ആയി. ഞാൻ ഒരു ടിക്ടോക്ക് ചെയ്തിരുന്നു. ആ ഒരു ആരോ ഫോണിൽ ചെയ്തതാണ് ടിക്ടോക്ക്. അത് എന്ത് നിങ്ങൾ പറയും അല്ല അനു ആ കൊരങ്ങിലൊക്കെ ഉണ്ടോ? ഞാൻ എന്റെ കൂടെ അതാണ് ഫസ്റ്റ് അപ്പൊ ശരിയാണ് നമ്മൾ പറഞ്ഞ ശരിയാണ്. ഞാൻ വിചാരിച്ചത് കൂലിപ്പണി രാജ്യം എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തിരുന്നു. അതല്ല ഇതാണ് കേട്ടോ. അതിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത് സ്റ്റാർട്ട് ഞാൻ അത് ശരിയാണ്. ഇല്ല എല്ലാവർക്കും പോയി അവള് പ്രൈവറ്റ് ഞാൻ എന്റെ സ്കിൻ കെയർ ഞാൻ എന്റെ സ്കിൻ കെയർ അല്ലെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാറ് ഏത് ആപ്പിലാണ്? 1 2 3 ഞാൻ എത്ര ഹവറാണ് പ്രഗ്നന്റ് പെയിൻ അനുഭവിച്ചത്? ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറഞ്ഞ 1 2 3 7 hours ആണ് ഞാൻ അതെ. ആ ഈ വിട്ടതിന് ശേഷം 7 hours കേട്ടോ. ഞാൻ 2 ദിവസം കണ്ടിന്യൂസ് വേദന സഹിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഐ വിട്ടതിന് ശേഷമാണ് അങ്ങനെ ആയിരുന്നു. കുടുംബ എപ്പോഴും പറഞ്ഞിട്ട് മറക്കാൻ പറ്റുമോ? കഴിഞ്ഞു 33 ദിവസം ഞാൻ എല്ലാം ചോദിച്ചു. നിങ്ങൾ നോക്കുക ഇതൊക്കെ മാർക്കിട്ടതാ. തീർന്നു. അപ്പൊ നമുക്ക് പറയാം ആര് ജയിച്ചെന്ന് പറയാം. 1 2 3 4 5 6 7 8 9 10 11 12 ആര മിന്നക്ക് 12 1 2 3 4 5 6 7 8 9 10 10 ആര അല്ല 1 2 3 4 4 പോയിന്റുകളുടെ സിനു 1 2 3 4 4 പോയിന്റുകളുടെ മോൾ. ഇത് വെട്ടിയതാണ് രണ്ടാമത് കിട്ടി. ഡോറ കിട്ടി. ഓക്കേ അപ്പൊ നമ്മളെ ഇതില് തന്നെ 2000 പറ്റും അമ്മ അതില് 2-3 പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ആയിട്ടോ കുറച്ചുകൂടെ പറയാം. നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ട്. മെയിൻ ഒരു അനു ഒരു വലിയ സിലബസ് ആണ്. മെയിൻ അനു ഈ സെയിം ആൾക്കാരാണ് കഴിഞ്ഞ ഇതില് ഇന്ത്യനായിട്ട് മുമ്പ് ഓള് പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ മെയിൻ ഒറ്റ സിലബിളുള്ള ഞാൻ പറഞ്ഞിട്ട് അത് എത്തിയില്ല. ഞങ്ങൾ നിങ്ങളെ അടി കൊടുക്കാണ്ട് ഞങ്ങൾ ഭയങ്കര സ്നേഹമുള്ള സഹോദരിമാരാണ് അല്ലേ? അല്ലേ രമ? അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ പിന്നെ നോക്കി ഇനി ഞങ്ങളുടെ ഉണ്ട് മൂന്നാളുടെ ചെയ്യാനുണ്ട്. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ വരിക അനുവിൻ്റെതായിട്ട് കേട്ടോ. അതിന് വിജയം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞാൽ മീനു ആയിരുന്നു കേട്ടോ. തോൽക്കുന്നത് ആരെ പണി എനിക്ക് ഞാൻ ഉണ്ടാക്കാൻ അപ്പൊ ഓക്കെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായ വീഡിയോ. അതുവരെ ഇപ്പൊ
വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.